ഭൂമിയിൽ നിന്നാണ് വരുന്നത്. അതായത് നമ്മുടെ സയന്റിസ്റ്റ് പീക്ക പീക്ക ഭൂമിയിലുണ്ട്. ഭൂമിയിൽ പോയി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. വേഗം വാ. ഒടുവിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി നേരെ പോയി സയന്റിസ്റ്റ് പിങ്ക പിക്കായെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ സ്വന്തം ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും. പച്ചക്കറി കട കാണുമ്പോൾ ഒന്ന് നിർത്തണേ ഹണി. അല്ല, ഏത് പച്ചക്കറി കടയിലാ നിർത്തണ്ടേ? ആദ്യം പാവയ്ക്ക കിട്ടുന്ന കടയിൽ നിർത്തണം. അതിനുശേഷം പടവലങ്ങ ഉള്ള കടയില്. എടാ, എല്ലാ കടയിലും എല്ലാ പച്ചക്കറികളും കിട്ടും. എവിടെയെങ്കിലും നല്ല പച്ചക്കറി കട കണ്ടാ നിർത്തിക്കോ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റേയാളവിടെ? അയാൾ പൈപ്പിച്ചെന്ന് ഇടിച്ചായിരുന്നല്ലോ. കൂട്ടുകാരെ, തീർച്ചയായിട്ടും അയാൾക്ക് പരിക്കുണ്ടായിട്ടുണ്ട്. അയാളെ വേഗം അന്വേഷിച്ച് കണ്ടെത്തണം. ഈ ഹണിയാണെങ്കിൽ എന്റെ സ്കൂട്ടറിനെ മൊത്തത്തിൽ നശിപ്പിച്ചു വെച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ അയാളെ അന്വേഷിച്ചിട്ട് വാ. ഞാൻ അപ്പോഴേക്ക് സ്കൂട്ടർ ശരിയാക്കാം. പിന്തുക്കളെ, ചിന്തുക്കളെ, നമ്മളുടെ ഷിപ്പ് ഡാമേജ് ആയിരിക്കുകയാണ്. അതെ ഇണ്ടുക്കൂടെ, സ്പേസ് ഷിപ്പ് ഇല്ലാതെ നമ്മുടെ സയന്റിസ്റ്റ് ആയ പിങ്കായി നമുക്ക് ഒരിക്കലും കണ്ടെത്താനാവില്ല. അതെ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? സയന്റിസ്റ്റിനെ കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരെ കണ്ടെത്തുക? സയന്റിസ്റ്റിനെ തന്നെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. അതിനുവേണ്ടിയല്ലേ നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് നമ്മൾ അയച്ചിരിക്കുന്നത്. എല്ലാം നന്നായിട്ടാ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ തലച്ചോറിൽ മലയാള ഭാഷ ഡൗൺലോഡ് ചെയ്തായിരുന്നു. മാത്രമല്ല ഭൂമിയിൽ ഞങ്ങൾ പോയിരുന്നു. പക്ഷെ ദാ ഇപ്പൊ ഈ സ്പേസ് ഷിപ്പ് ഡാമേജ് ആയിരിക്കുകയാണ്. നമ്മുടെ സ്പേസ് ഷിപ്പ് റിപ്പയർ ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റിപ്പയർ. റൈറ്റ് ഡിസിഷൻ. വേഗം വാ. അതാണ് പ്രോബ്ലമാറ്റിക് സോൺ. ഒരു ജോലി പോലും നിങ്ങൾക്ക് നേരാവണ്ണം ചെയ്യാൻ പറ്റില്ലേ? മര്യാദയ്ക്ക് ജോലിയിൽ ശ്രദ്ധിക്കുക. മിക്കവാറും ഈ റോൾ ഇതിൽ നിന്ന് മാറ്റേണ്ടി വരും. റൈറ്റ്. തീർന്നോ?
ഇനി വേഗം വാ. ഭൂമിയിലുള്ള മനുഷ്യർ നമ്മളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നതിന് മുമ്പ് വേഗം നമ്മുടെ സയന്റിസ്റ്റ് പിങ്കാപ്പിക്കയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുവരണം. ഇതാ GPS ബ്ലിങ്ക് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സയന്റിസ്റ്റ് പിങ്കാപ്പിക്ക അടുത്തെവിടെയോ ഉണ്ടെന്നാണ്. വേഗം വാ. ഇൻസ്പെക്ടർ പാണ്ട ന്യൂസ് വായിച്ചോ? അതെ സാർ, ഉള്ളിക്ക് 80 രൂപ ഇരിക്കുകയാണ്. അത് ശരി. അപ്പൊ തനിക്ക് ഉള്ളിയെ കുറിച്ചാണോ ചിന്ത? നഗരത്തിൽ ഏലിയൻസ് വന്നിട്ടുണ്ട്. എന്താ? സ്പേസ് സെന്ററിൽ നിന്ന് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഒരു UFO നമ്മുടെ നഗരത്തിനടുത്തായി ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഓക്കെ സാർ, എനിക്ക് എന്താ ഓർഡറാണ് തരാൻ പോകുന്നത്? താൻ ആ ഏലിയനെ പോയി കണ്ടുപിടിച്ചിട്ട് കുട്ടിയും കോലും കളിക്ക്. സ്റ്റൂപ്പിഡ്, വേഗം അന്വേഷിക്കുന്നതിനെ. ഇൻസ്പെക്ടർ പാണ്ട, ഇവിടെ ഒരു ഇൻസ്പെക്ടർ പാണ്ട. താങ്കളുടെ സാലറി ജസ്റ്റിഫൈ ചെയ്യേണ്ട സമയം വന്നിരിക്കുകയാണ്. നഗരത്തിലുള്ള ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഇനി താങ്കൾ തന്നെ എന്തെങ്കിലും ചെയ്യണം. അതെ, തീർച്ചയായും. ഞാൻ ആ സ്പേസ് ഷിപ്പ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. കുന്തം പോയി കഴിഞ്ഞാൽ കുടത്തിൽ എന്തിനാണ് തപ്പുന്നത്? സ്റ്റെതസ്കോപ്പാണ് പോയിരിക്കുന്നത്. പിന്നെന്തിനാ സ്പേസ് ഷിപ്പ് അന്വേഷിക്കുന്നത്? അതെ, നിങ്ങൾ സ്റ്റെതസ്കോപ്പ് അന്വേഷിക്കൂ. സാർ, സ്റ്റെതസ്കോപ്പ് ആണ് അന്വേഷിക്കേണ്ടത്. അതിന്റെ പേരെന്താണെങ്കിലും ശരി, അന്വേഷിക്ക്. ആ സ്റ്റെതസ്കോപ്പ് ആകാശത്ത് നിന്ന് താഴെ വീണു. എനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു. പരുന്ത് റാഞ്ചിക്കൊണ്ട് പോയതായിരിക്കും. അവൻ താഴെയിട്ടതാണ്. ഈ സ്പേസ് ഷിപ്പിനെ എങ്ങനെയാണ് പറന്ന് റാഞ്ചിക്കൊണ്ട് പോകുന്നത്? പാണ്ഡ സാറേ, ഈ സ്റ്റെതസ്കോപ്പിന്റെ കാര്യത്തിനിടയിൽ ഈ സ്പേസ് ഷിപ്പ് എവിടെ നിന്നാണ് വന്നത്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം അത് സ്റ്റെതസ്കോപ്പ് ആണെന്ന്? ഇവിടെ ഒരു അല്ല, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് എന്റെ സ്റ്റെതസ്കോപ്പ് അല്ലേ? അപ്പോ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലേ? ഓ, അപ്പൊ തന്റെയാണോ? അത് എപ്പോ മുതലാ? എപ്പോഴാണോ ഞാനത് വാങ്ങിച്ചത് അപ്പൊ തുടങ്ങി. നിങ്ങളത് വെച്ച് എന്താ ചെയ്യുന്നത്? ഇവിടെ വരൂ. ഞാനത് TV-യിൽ വെച്ചിട്ട് മ്യൂസിക് കേൾക്കാറുണ്ട്. മനുഷ്യന്റെ മുഖമുള്ള കഴുതെ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ലേ? ഞാൻ ചോദിച്ചത് ഡോക്ടർക്ക് സ്പേസ് ഷിപ്പുമായിട്ട് എന്ത് ബന്ധമാണുള്ളതെന്നാണ്. പാണ്ട, ഇവിടെ വരൂ. ഇത് എന്ത് മനുഷ്യനാണ്? ഇയാൾ സത്യത്തിൽ ഒരു മരമണ്ടനാണ്. ഞാൻ പറയുന്നത് സ്റ്റെതസ്കോപ്പിന്റെ കാര്യമാണ്. അതിനിടയ്ക്ക് ഇയാൾ സ്പേസ് ഷിപ്പ് കുത്തിക്കയറ്റാൻ നോക്കുകയാണ്. അല്ല, ഈ സ്പേസ് ഷിപ്പ് ഇതെവിടെ നിന്നാണ് വരുന്നത്? ഈ ശൂന്യാകാശത്തു നിന്നാണ് സ്പേസ് ഷിപ്പ് വന്നിരിക്കുന്നത്. സ്പേസ് ഷിപ്പിനെയാണോ സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്? അപ്പൊ പിന്നെ സ്പേസ് സെന്ററിനെ ക്ലിനിക് എന്നാണ് പറയുന്നത്. അല്ല സാറേ, ഒരു മിനിറ്റ്, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. തൽക്കാലം ഈ സ്പേസ് ഷിപ്പിന്റെ കാര്യം വിട്. ഡോക്ടർ ബാലുവിന്റെ സ്റ്റെതസ്കോപ്പ് മോഷണം പോയിരിക്കുകയാണ്. അതിനൊരു കംപ്ലൈന്റ് എഴുതണം. നിർത്താൻ. നഗരത്തിൽ സ്പേസ് ഷിപ്പ് വന്നിരിക്കുകയാണ്. ചിലപ്പോ ഏലിയൻസ് ഉണ്ടാവും. അപ്പോഴാണ് നിങ്ങളുടെ ഒരു സ്റ്റെതസ്കോപ്പ്. ഇപ്പൊ ഈ നഗരം അപകടത്തിലാണ്. നഗരം എന്തിലാന്നാ പറഞ്ഞ? അപകടം, അതായത് ഡേഞ്ചർ. ഇവിടെ വരൂ. ഞങ്ങളുള്ളപ്പോൾ ഈ നഗരത്തിന് ഒന്നും തന്നെ സംഭവിക്കില്ല. ഇൻസ്പെക്ടർ പാണ്ട, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. പറയൂ, എവിടെയാണ് ഏലിയൻ? ആഹാ, ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അതെ, ആദ്യമായിട്ടാണ് നീ ഒരു സത്യം പറയുന്നത്. ആർക്കും സംശയം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മനുഷ്യരുടെ രൂപത്തിലേക്ക് പെട്ടെന്ന് മാറണം. അപ്പൊ നീ ആദ്യം മാറ്, അതിനുശേഷം ഞാൻ മാറാം. എന്നിട്ട് ഞാൻ മാറും. അതല്ല നല്ല മരക്കഴുതകളെ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് കോപ്പി ചെയ്യണമെന്ന്? ഓ, ഞാൻ മനുഷ്യരെ കോപ്പി ചെയ്യാനല്ലടാ പറഞ്ഞത്, അല്ലാതെ അന്യോന്യം കോപ്പി ചെയ്യാനല്ല. എനിക്കും ഇയാളെ സന്തോഷിപ്പിക്കണം. എങ്കിൽ പിന്നെ ഞാനും പണം കൊടുക്കും. ഈ കള്ളൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാരും ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഓടി രക്ഷപ്പെടേണ്ടി വരും. എടോ, നമുക്കല്ല, സ്പേസ് ഷിപ്പിനെ ഇവിടെ നിന്ന് മാറ്റേണ്ടി വരുമെന്ന്. അയ്യോ, ഓടിക്കോ, ഓടിക്കോ.
അയ്യോ, രക്ഷിക്കണേ, എന്നെ വെറുതെ വിടണേ. അവനെങ്ങാനും കൈ കിട്ടി കഴിഞ്ഞാൽ വെറുതെ വിടരുത്. ആരോ മോഷ്ടിച്ചിട്ടുണ്ട്. ഈഷ്, ഒരു സമയത്ത് രണ്ട് പ്രശ്നങ്ങളാണല്ലോ വന്നിരിക്കുന്നത്. നമ്മൾ സ്പേസ് ഷിപ്പാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ കളനെ പിടിക്കേണ്ട അവസ്ഥയാണല്ലോ. വേഗം വാ. ഈ സ്കൂട്ടർ എന്തായാലും ശരിയാക്കി കിട്ടി. നാളെ കേടായ സൈക്കിളും കൂടി ശരിയാക്കി കിട്ടിയാ ഓക്കെ ആവും. ഇയാള് നല്ല പരിചയമുണ്ടല്ലോ. ഇന്ന് ഞങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ഇയാളല്ലേ? അപ്പൊ ഞാൻ ഇയാളെ തീർച്ചയായിട്ടും ഇപ്പൊ സഹായിക്കണം. ഏയ് കൂട്ടുകാരാ, നിങ്ങളെന്താ ഇവിടെ? അതെ കൂട്ടുകാരാ, ഞാൻ. കൂട്ടുകാരാ, ഇന്ന് രാവിലെ നിങ്ങളല്ലേ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. എങ്കിൽ കൂട്ടുകാരാ, നീ എന്റെ ജീവൻ രക്ഷിക്ക്. എന്നാ പിന്നെ വേഗം വാ, വന്നീ വണ്ടി കയറ്. എങ്ങോട്ട് പോയവൻ? രക്ഷപ്പെട്ടതാണ് തോന്നുന്നത്. വരൂ, നമുക്ക് പോയി സ്പേസ് ഷിപ്പ് അന്വേഷിക്കാം. അല്ല, അവരൊക്കെ എന്തിനാ നിങ്ങളുടെ പുറകെ ഓടി വന്നത്? കാരണം ഞാൻ അവരുടെ മുമ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ, ഞാൻ വിചാരിച്ച അവര് നിങ്ങളുടെ പുറകെ ഓടി വരുമായിരുന്നെന്നാണ്. അയ്യോ അല്ല, പക്ഷെ നിങ്ങളിങ്ങനെ ഓടേണ്ട കാര്യം എന്തായിരുന്നു? അതെനിക്കറിയില്ല. അവർ കുള്ളൻ കുള്ളൻ എന്ന് വിളിച്ചു. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് കുള്ളനാണെന്ന് തോന്നുന്നില്ലല്ലോ. കുള്ളന്മാർക്ക് സാധാരണ പൊക്കം കുറവല്ലേ? ഇനി ചിലപ്പോ അവർക്ക് എന്നെ കണ്ടപ്പോ കുള്ളനായി തോന്നിക്കാണും. അതാ. കൂടുതൽ സംസാരിച്ച ആൾക്ക് എന്തെങ്കിലും സംശയം തോന്നും. സോറി, ഞാൻ അതിന്റെ കാര്യം അങ്ങ് മറന്നുപോയി. അല്ല, ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഡീറ്റെയിൽസ് ട്രാക്കറുടെ ലെഫ്റ്റ് ആണ് കാണിക്കുന്നത്. പിങ്ക പിങ്ക മിക്കവാറും അവിടെ ആയിരിക്കും. ഇതൊന്ന് നിന്നാലല്ലേ അങ്ങോട്ട് പോകാൻ പറ്റോ? അല്ല, നമ്മൾ ഇതെവിടെയാ എത്തിയത്? എന്തായാലും അകത്തേക്ക് വാ. എന്റെ കൂട്ടുകാർ നിങ്ങളെ കണ്ടു കഴിഞ്ഞാലേ ഒരുപാട് സന്തോഷിക്കും. കേറി വാ. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. പിന്നെ ഒരിക്കൽ കേറാം. പ്ലീസ് ഒന്ന് അവിടം വരെ വന്നിട്ട് തിരിച്ചു പൊക്കോ. എന്തുപറ്റി? അറിയില്ല. ഇവൻ എന്റെ കയ്യിൽ പിടിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇമോഷണൽ ഫീലിംഗാ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ പിടിച്ച ഇമോഷണൽ ഫീലിംഗ് ഉണ്ടാവോ? പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നില്ലല്ലോ. കൂട്ടുകാരെ, ഇതാ നോക്കിയേ ഞാൻ ആരെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. രാവിലെ താങ്കൾ പെട്ടെന്ന് പോയി. ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, ഒരിടത്തും കണ്ടില്ല. താങ്കളുടെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. വരൂ, ഞങ്ങളോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ചില്ലി ചീസ് ടോസ്റ്റും പിന്നെ ഓറഞ്ച് ജ്യൂസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ പേരിൽ ഒരു നന്ദി പറച്ചിലിന്റെ ആവശ്യമേ ഇല്ല. സംശയമുണ്ടോ? അല്ല, ഈ നന്ദി എന്ന് വെച്ചാൽ എന്താണ്? അതറിയില്ല, ഞാനും ഇതുവരെ കേട്ടിട്ടില്ല. എന്റെ അറിവിൽ ആരുടെയെങ്കിലും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിനാണ് നന്ദി പറയാറുള്ളത്. ഇവരാരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്? അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് ആ സയന്റിസ്റ്റിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ദാ പിങ്ക പിങ്ക, അടുത്തെവിടെയോ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് പോകുന്നത്. ഹായ്, ഞാൻ ബണ്ണി. ഇത് ഹണി, ഇത് ജോർദാർ, ഇത് പോപ്പൺ. ഞാൻ സ്പേസ് ഷിപ്പ്. സോറി, അബദ്ധത്തിൽ വായുന്നത് വീട് പോയതാണ്. അല്ല, നിങ്ങൾ എന്തിനിങ്ങനെ സോറി പറയുന്നത്? ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ആ ടോക്ക് ബാക്ക് ഒന്ന് ഓഫ് ചെയ്യേ. അയ്യോ, സത്യത്തിൽ നിങ്ങളോടല്ല പറഞ്ഞത്. പിന്നെ ആരോടാ ഈ പറയുന്നേ? എനിക്കിപ്പൊ തന്നെ പോണം. ഹായ്. ഹായ് എന്നല്ല, ബായ് എന്ന സാധാരണ പറയാറ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പൊയ്ക്കോളൂ. അയ്യോ വേണ്ട വേണ്ട, എനിക്ക് കുറച്ച് കൂലിയുണ്ട്. കൂലി എന്നല്ല, ജോലി എന്നാണ് പറയേണ്ടത്. പ്ലീസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാ മതി. ഇവൻ എന്റെ കയ്യിൽ പിടിക്കുമ്പോഴൊക്കെ ഇമോഷണൽ ഫീലിംഗ് എന്തുകൊണ്ടാ വരുന്നെന്ന് മനസ്സിലാകുന്നില്ലല്ലോ.
നിനക്കും വന്നോ ഇമോഷണൽ ആയിട്ടുള്ള ഫീലിംഗ്? ഇല്ല. പ്ലീസ് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോന്നേ. വീണ്ടും വരുന്നു. ഇവൻ എന്റെ കയ്യിൽ പിടിക്കുമ്പോൾ എനിക്ക് ഇവൻ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കാനാണ് തോന്നുന്നത്. ഇവനെ തൊടുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അയ്യോ, ഇതിലെന്റെ കാലാകെ ഒട്ടിപ്പിടിച്ചല്ലോ. അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ദാ ഈ ഇരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് കൂടി ഒന്ന് കുടിച്ചു നോക്ക്. അയ്യോ, നമ്മള് കുടുങ്ങി. അയ്യോ, എന്താ ഈ സാധനം? ഇത് ചീസാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്ത് കുന്തമാണ്? എടാ, ദാ ഈ സാധനത്തിനാണ് ചീസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ഭൂമിയിലുള്ളവർ കഴിക്കുന്നതാണ്. നിങ്ങൾ കഴിച്ചത് തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത്. കുടിക്കൂ, ജ്യൂസ് ഉടൻ തന്നെ കുടിക്കൂ. അയ്യോ, അയ്യോ, പോകുന്നില്ലല്ലോ ഇത്. അയ്യോ, ഇനിയിപ്പോ ഈ വരുന്നത് എന്ത് പണിയാണോ എന്തോ. നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഈ സ്പേസ് ഷിപ്പ് ഇനി അധികം ജ്യൂസ് കുടിക്കാൻ പാടില്ല. പറഞ്ഞത് ശരിയാണ്. പക്ഷെ ജ്യൂസ് കുടിക്കുന്നത് നമ്മൾ എങ്ങനെ തടയും? അതെ അതെ, കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കുകയാണ്. എന്താ ഇഷ്ടപ്പെട്ടോ? അല്പം കൂടി വേഗം കുടിക്കൂ. മധുരമുള്ള വെള്ളപ്പൊക്കമാണ്. ഈ വെള്ളം മിഷനകത്തോട്ട് കയറുന്നുണ്ട്. നമുക്കിതങ്ങ് കുടിച്ച് പറ്റിച്ചാലോ? ഇത് മുഴുവൻ നമ്മൾ എങ്ങനെ കുടിച്ച് വറ്റിക്കാനാണ്? വേറെന്തെങ്കിലും വഴി ആലോചിച്ചേ പറ്റൂ. സർദാറെ, എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ഇഷ്ടമായെന്നാണ്. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇയാള് നോർമൽ ആണെന്ന് തോന്നുന്നില്ല. വാ, നമുക്ക് പോയി നോക്കാം.
ഇയാൾക്ക് എന്താണ് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നതേ ആ ചില്ലി ചീസ് ടോസ്റ്റിൽ ചില്ലി കൂടിപ്പോയെന്നാണ്. ഇടയ്ക്ക് നമ്മുടെ പോപ്പട്ടും ചില്ലി ടോസ്റ്റ് തിന്നിട്ട് ദാ ഇതേപോലെ ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാനത് പലപ്പോഴും കൺട്രോൾ ചെയ്യാറുണ്ട്, പക്ഷെ ഇയാളെ ഇപ്പൊ എങ്ങനെ കൺട്രോൾ ചെയ്യാ? ഈഷ്, ഇത്രയും ശക്തിയോ? ഇയാൾ ഏലിയൻ തന്നെയാണ്. പിടിക്കൂ. ഇതെന്താ ഈ സംഭവിക്കുന്നേ? കവിത കേൾക്കൂ, കൈയടിക്കൂ, കട്ടാക്ക്. ഏലിയന്റെ വകയാണ് ഈ അറ്റാക്ക്. അടി കൈ. ഏലിയൻ? അതെ, സ്പേസ് സെന്ററിൽ നിന്നും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പട്ടണത്തിൽ എവിടെയോ സ്പേസ്ഷിപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. ഹലോ കമ്മീഷണർ സാറേ, ഞങ്ങൾ ഏലിയൻസിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇവൻ വളരെ അപകടകാരിയാണ്. ഉടൻ തന്നെ ഫോഴ്സുമായിട്ട് ഇങ്ങോട്ടേക്ക് വരൂ. ഞങ്ങൾ മാർക്കറ്റിന്റെ അടുത്തുണ്ട്. ഇവിടെ ഒരു കേൾക്കൂ ഏലിയൻ, താൻ ഒന്നാണോ അതോ മില്യൻ? അത് ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. പോലീസിന്റെ നല്ല അടിവാങ്ങും, കുനിച്ചു നിർത്തിയുള്ള ഇടിവാങ്ങും, അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ കീഴടങ്ങും. അങ്ങനെയല്ലെങ്കിൽ കയ്യും കാലും കൂട്ടിക്കെട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. പറഞ്ഞേക്കാം. വേഗം പിടിക്കവനെ. എന്റെ അമ്മച്ചി. ഈഷ്, സൂക്ഷിച്ച്, ഇവൻ വളരെ അപകടകാരിയാണ്. അവൻ ഓടി രക്ഷപ്പെടുകയാ. പിടിക്കവനെ. ചിട്ടുക്കളെ, വേഗം ഡ്രെയിനേജ് സിസ്റ്റം ഓൺ ചെയ്യൂ. അതെന്തിന്റെയോ? സ്പേസ്ഷിപ്പിന്റെ ആണോ മര കഴുതേ? ദേ നോക്ക്, അയാളുടെ ചെവിയിൽ നിന്ന് എന്തോ വീഴുന്നു. ദേ അവിടെ. ദാ നോക്ക്, അവരെല്ലാരും കൂടി ആ പാവ എലിയെ തല്ലി കൊല്ലുവാണ്. ചെറുതാണെങ്കിലും പക്ഷെ അവർ അപകടകാരികളാ. വേഗം വാ, നമുക്ക് അവരെ പിടിക്കണം. ഇതെന്താ ഈ സംഭവിക്കുന്നത്? ദാ നോക്ക്, ചെറിയ ചെറിയ ഏലിയൻസ്. രക്ഷിക്കണേ, ഞാൻ ദാ ഇതിന് ഒട്ടിപ്പിടിച്ചു പോയേ. വേഗം ഓടിക്കോ. അയ്യോ, അവന്മാരത്തെ ഓടുകയാണ്. നിക്കടാ അവിടെ. നീ എന്താണ് ഈ ചെയ്യുന്നത്? ദാ ഒരു എന്നോട് ഇവിടെ നിക്കാൻ പറഞ്ഞു. എടാ മര കഴുതേ, നമ്മളെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിട്ടാ അവന്മാര് നിക്കാൻ പറഞ്ഞത്. ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഇവന്മാരെ എന്നെ ആകെ കൺഫ്യൂഷൻ ആക്കുമല്ലോ. നിൽക്കവിടെ. അനങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യും. കമ്മീഷണർ, ഇവിടെ വരൂ. തനിക്കെന്താ?
തലയ്ക്ക് നല്ല സുഖമില്ലെന്നുണ്ടോ? അയാൾ അവിടെ നിന്ന് അനങ്ങുന്നതേയില്ല. പിന്നെ എന്തിനാണിത് റിപ്പീറ്റ് ചെയ്യുന്നത്? സത്യത്തിൽ നിങ്ങളെ ആരാണ് കമ്മീഷണർ ആക്കിയത്? അറസ്റ്റ് ചെയ്യുക. റിയാലിറ്റി ഷോയിൽ കുട്ടികൾ പാടുന്നു. ദാ അങ്ങോട്ട് നോക്ക്, ചെറിയ ചെറിയ ഏലിയൻസ് ഓടി രക്ഷപ്പെടുന്നു. അടി കൈ. വേഗം പിടിക്കവന്മാരെ. ഹലോ ഈ വണ്ടി വളരെ ഫാസ്റ്റ് ആണ്. നമുക്കിതിനെ നമ്മുടെ ഗ്രഹത്തിലോട്ട് കൊണ്ടുപോകാം. എടാ ഇത് വണ്ടിയൊന്നുമല്ല, ഇതിനെ ഇവിടെ പട്ടി എന്നാണ് പറയുന്നത്. അല്ല, പട്ടിയിലല്ലേ നമ്മൾ ഭക്ഷണം വെക്കുന്നത്. എടാ കഴുതേ, അതിനെ ചട്ടി എന്നാണ് പറയുന്നത്. ആ, അവരെ കിടന്ന് എന്തോരം ചെറുതാണെന്ന് നോക്കിയാൽ നല്ല രസമുണ്ട്. പക്ഷെ അവർ അപകടകാരികളാ. വേഗം പിടിക്കവരെ. അവരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് ഇവരുടെ കൂടെ ഇരുന്ന് കളിക്കുകയും ചെയ്യാം. ആ ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ അവരുടെ കൂടെ ഓടിച്ചിട്ടല്ലേ കളിക്കുന്നത്. പിടിക്കവന്മാരെ. വേഗം ഓടിക്കോ. ആ, നിങ്ങൾ വെറുതെ ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. മണ്ടന്മാര്, ഞങ്ങളെന്താ വല്ല കുരങ്ങന്മാരുമാണ് മരത്തിലൂടെ ചാടി ചാടി രക്ഷപ്പെടാനായിട്ട്? ഓ, അവര് ചാടി ചാടി രക്ഷപ്പെടുന്ന കാര്യമല്ല പറഞ്ഞത്, ഓടി രക്ഷപ്പെടുന്ന കാര്യമാണോ പറഞ്ഞത്. പക്ഷെ പിന്തുക്കളെ നമ്മൾ ഓടി രക്ഷപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ പെട്ടു പോവില്ലേ? അതെ, അവര് പറയുന്നത് കേൾക്കരുത്. വേഗം ഓടി രക്ഷപ്പെടാം. നിൽക്കാനാ പറഞ്ഞത്. അയ്യോ, ഒളിക്കാനല്ല നിൽക്കാനാ അവര് പറഞ്ഞത്. ഒന്ന് നിൽക്കൂ, ഓടിയതൊക്കെ മതി. അവിടെ നിൽക്ക്. ഇവര് വളരെ നല്ലവരാണ്. ഇതിനു മുമ്പും ഇവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും സഹായിക്കാം. നിങ്ങൾ സത്യത്തിൽ ഞങ്ങളുടെ നഗരം നശിപ്പിക്കാനാണ് ശ്രമിച്ചത്, സംശയമുണ്ടോ? അയ്യോ അല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങളുടെ ജ്യൂസ് കാരണം സ്പേസിനുള്ളിലെ ഷോർട്ട് സർക്യൂട്ടായി. പിന്നീട് ഷിപ്പ് ഔട്ട് ഓഫ് കൺട്രോൾ ആയി. എല്ലാം ആ ജ്യൂസ് കാരണമാണ് ഉണ്ടായത്. മേഡം പറയുന്നത് വളരെ ശരിയാണ്. ഈ ജ്യൂസ് എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള സാധനമാണ്. ഞങ്ങൾ സമാധാനപ്രിയരാണ്. ഇപ്പോൾ പ്രശ്നത്തിലാണ്. ദയവേത് ഞങ്ങളെ സഹായിക്കണം. ഇവിടുന്ന് പോലീസ് സ്റ്റേഷൻ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ഞങ്ങളോട് തന്നെ സഹായം ചോദിക്കുകയാണോ? ഇവിടെ ഒരു ഞങ്ങളുടെ ചെവിയുടെ ജനാലയ്ക്ക് അടുത്ത് വന്നുള്ള തന്റെ ഈ കവിത കൊണ്ടുള്ള അലക്ക് നിർത്തൂ. അല്ലെങ്കിൽ കയ്യും കാലും കെട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. ഇനി ഇവര് പറയുന്നത് കേൾക്കൂ. ഇവരെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവരെ കണ്ടുപിടിക്കാൻ കഷ്ടപ്പെട്ടു. ഇവർ നല്ലവരാണ്. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ അല്ല. പ്ലീസ്, നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ആ, അതെ കൊച്ചളിയ, ഇവര് വളരെ നല്ലവരാണ്. നമ്മൾ ഇവരെ സഹായിക്കാണ് വേണ്ടത്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം ഞങ്ങളെ ഏൽപ്പിക്കൂ. ഞങ്ങൾ ആയുധങ്ങളൊന്നും കൊണ്ടു നടക്കാറില്ല, യുദ്ധവും ചെയ്യാറില്ല. നിങ്ങൾ എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? ഞാനാണ് മേജർ ഇന്ദുക്ലേ. ഇത് ലെഫ്റ്റനന്റ് ചിന്തുക്ലേ. ഇത് റൈറ്റ് പിന്തുക്ലേ. ഞങ്ങൾ ഞങ്ങളുടെ പ്ലാനറ്റിന്റെ ആർമിയിൽ നിന്നാണ്. ഇയാളെ കണ്ടിട്ട് ആർമി ഓഫീസർ ആയിട്ടല്ല, സർക്കസിലെ ജോക്കർ ആയിട്ടാ തോന്നുന്നത്, സംശയമുണ്ടോ? ഞങ്ങൾ ഭൂമിയിലേക്ക് ഞങ്ങളുടെ സയന്റിസ്റ്റിനെ അന്വേഷിച്ചാണ് വന്നത്. അദ്ദേഹം റിസർച്ചിന് വേണ്ടി ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്പേസ് ഷിപ്പ് ഒരു ആന തിന്നു. ഞങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ചാണ് വന്നത്. ഇപ്പതാ ഞങ്ങൾ ഇവിടെ കുടുങ്ങിപ്പോയി. ഇനിയിപ്പോ ഞങ്ങളെ ഉദ്ദേശിച്ച് ഞങ്ങളുടെ കൂട്ടുകാർ ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങളുടെ ഗ്രഹത്തിലുള്ളവരെല്ലാം ഇങ്ങോട്ട് വരും. അവസാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ തന്നെ കഴിയേണ്ടി വരും. അതെ, ഇൻടുക്കളെ ചിൻടുക്കളെ പിൻടുക്കളെ, നിങ്ങളുടെ സയന്റിസ്റ്റിനെ നിങ്ങൾ ഇപ്പൊ എവിടെ ചെന്ന് അന്വേഷിക്കാൻ പോകുന്നേ? APS ട്രാക്കിലേക്ക് സിഗ്നൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഗജറ്റ് ഉണ്ട്. അതുമൂലം നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്തെത്തും. എന്താ പ്രയോജനം? അദ്ദേഹത്തെ കണ്ടെത്തിയാലും എങ്ങനെ നമ്മൾ അവിടെ എത്തുക? ആ സ്പേസ് ഷിപ്പ് ഇവര് പിടിച്ചെടുത്തില്ലേ? അത് ഞങ്ങൾ ശരിയാക്കി തരാം. ആദ്യം നിങ്ങളുടെ സയന്റിസ്റ്റിനെ കണ്ടുപിടിക്കണം. ആ അതെ. വരൂ. ഇനി വല്ല പല്ലിയോ എലിയോ അയാളെ തിന്നുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. പോകാം. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അവർ ഏലിയൻസ് ആണ്. ഇവരെ നമ്മൾ അറസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇവര് വളരെ നല്ലവരാണ്. സത്യത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇപ്പൊ ഇവരെ നമ്മൾ സഹായിക്കാണ് വേണ്ടത്. എന്റെ മനസ്സും അങ്ങനെ തന്നെയാണ് പറയുന്നത്. വരൂ, നമുക്കിത് മനസ്സ് പറയും പോലെ കേൾക്കാം. ഇവിടെ സിഗ്നൽ സ്ട്രോങ് ആണ്. ആ സയന്റിസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും, സംശയമുണ്ടോ? പിങ്ക പിക്ക, പിങ്ക പിക്ക, ഹാ, 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 ഹാ. പിങ്ക 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 ഓ ഹോ ഹോ ഹോ. പിങ്ക 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 ഓഹോ ഹോ ഹോ. ഇപ്പോഴും സയന്റിസ്റ്റിനെ കണ്ടുകിട്ടിയില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ പാട്ട് പാടുന്നത്? അയ്യോ, ഇതാ പാട്ടായിരുന്നോ?
ഞങ്ങളെ സയന്റിസ്റ്റിനെ വിളിച്ചതാണ്. ഇങ്ങനെയോ? അത് അദ്ദേഹത്തിന്റെ പേര് പിങ്ക പിങ്ക എന്നാണ്. പിങ്ക 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 ഓ ഓ ഓ ഓ പിങ്ക പിക്ക പിങ്ക പിക്ക ഹോ 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 ഹോ. പിങ്ക 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 ഓ ഓ ഓ ദാ നിൽക്കുന്നു. പിങ്ക പിക്ക, ഞങ്ങൾ ദാ വരുന്നു. ഞാനെന്താ വരികയാണ്. എവിടെ പോയി? ഞാൻ ദാ ഇവിടെ ഉണ്ട്. അല്ല, വീണ്ടും ഇത് എവിടെ പോയി? ഞാൻ ദാ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇതെങ്ങോട്ടാ പോയത്? ഞാൻ ദാ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഈ പിങ്ക പിങ്ക അങ്ങോട്ട് നിന്നാണ് പോയത്. അയാളുടെ തലയിലെന്താ തലച്ചോറിലെ നമ്മൾ അയാളെ സഹായിക്കാനാണ് വന്നത്. അപ്പോൾ അയാൾ ഓടുകയാണ്. ഇന്ന് നിൽപ്പിൽ തന്നെ ചാടുകയാണ്. എനിക്കാകെ ദേഷ്യം കയറുകയാണ്. നമ്മുടെ ജോലി ഇപ്പോൾ കൂടുകയാണ്. ഞാൻ അങ്ങോട്ട് വരാം. അല്ല, ഇയാളെന്താ ഒളിച്ചും പാത്തും കളിക്കുകയാണോ? അയാളോട് പറ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ തന്നെ നിൽക്കാൻ. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഒരു സ്കൂൾ വാൻ. അയാളോട് പറ എവിടെയാണുള്ളത് അവിടെ തന്നെ നിൽക്കാൻ. അടി കൈ. പിങ്ക പിക്ക, അവിടെ തന്നെ നിൽക്ക്. ഞങ്ങൾ ദാ വരുന്നു. എന്റെ കൂട്ടുകാരെത്തി. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ്? അത് വരുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. അയ്യോ, ഇതെന്തായി സംഭവിക്കുന്നത്? അല്ല, ഇയാൾ എന്തിനിങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? എടാ, അത് വിളിച്ചതല്ല, വീണതാണ്. വാ, അകത്തേക്ക് പോകാം. ദാ നിൽക്കുന്നു. പിങ്ക പിങ്ക, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇയാൾക്ക് ഇപ്പൊ അനാർക്കലിയുടെ അവസ്ഥയായി പോയല്ലോ. സംശയമുണ്ടോ? അതെ, അയാൾക്ക് ശ്വാസം മുട്ടും. ആ കല്ലെല്ലാം എടുത്ത് വേഗം മാറ്റ്. വേഗം ദേ ആയുധങ്ങൾ എടുത്തോ, എന്നിട്ട് വേഗം കോരി മാറ്റ്. അയ്യോ, നിങ്ങൾ എന്തായി ചെയ്യുന്നേ? അത് ബണ്ണിയുടെ മേത്ത് കൊള്ളുന്നുണ്ട്. അതെ, നിർത്ത്. നിങ്ങൾ ആ സയന്റിസ്റ്റിനെ ഇങ്ങനെ സഹായിക്കാൻ നിന്നാലേ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വൈദ്യസഹായം വേണ്ടി വരും. സംശയമുണ്ടോ? നിങ്ങൾ മാറിയേക്ക്, ഞങ്ങൾ ചെയ്യാം. അതെ, ആ മൺമട്ടി വേഗം താ, ഞങ്ങൾ കല്ല് മാറ്റിക്കോളാം. നിങ്ങൾ എല്ലാരും തന്നെ എത്ര നല്ലവരാണ്. ആ, ഞങ്ങളെ കുറിച്ച് എല്ലാരും ഇങ്ങനെ തന്നെ പറയാറ്. അതെ കൊച്ചളിയാ, മുഴുവൻ കല്ലും മാറ്റേണ്ട ഒരു ആവശ്യമില്ല. പിങ്ക പിങ്ക ഒരു ചെറിയ കല്ലിന്റെ അത്രേ ഉള്ളൂ. ദാ ഈ ചെറിയ ദ്വാരത്തിൽ കൂടെ പുറത്തോട്ട് വന്നോളൂ. ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യാറുള്ളൂ. പക്ഷെ ഇവന്റെ തലച്ചോറ് കറക്റ്റ് സമയത്താ വർക്ക് ചെയ്യുന്നത്. സംശയമുണ്ടോ? ആ, പിങ്ക പിങ്ക,
പിണ്ടുകളെ ഇണ്ടുകളെ ചിണ്ടുകളെ. പിങ്ക പിങ്ക അടുത്ത പ്രാവശ്യം ഈ ഗ്രഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആനയുടെ അടുത്ത് ഈ സ്പേസ് ഷിപ്പ് മാറ്റി വെക്കാൻ മറക്കല്ലേ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ കാരണമാണ് പിങ്ക പിങ്ക രക്ഷപ്പെട്ടത്. ഇങ്ങനെ രക്ഷപ്പെട്ടു. ഇനി ബാക്കിയുള്ളവരിൽ നിന്നും നമ്മളെങ്ങനെ രക്ഷപ്പെടുന്നത്? ആ കാര്യമൊക്കെ ഞങ്ങൾ ഏറ്റെന്നേ. ഈഷ്, അവരടുത്ത് നിന്നും നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കും. വരൂ. അവിടുന്ന് ആരോ വരുന്നുണ്ട്. എല്ലാവരും അലർട്ടായിട്ടിരിക്കെ. ഇത്രയും പോലീസുകാർ എന്തിനാ? ഈ പോലീസ് ഇവർക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഓ അതെ, നമ്മള് ഭൂമിയിൽ ഫേമസ് ആയി. ഓ, ഇവര് നിങ്ങളെ പിടികൂടാനാ വന്നിരിക്കുന്നേ. സംശയമുണ്ടോ? നിൽക്കുന്നവർ അറസ്റ്റ് ചെയ്യ്. എല്ലാരും വേഗം ഓടിക്കോ. യുവമാര് നമ്മളെ പിടിക്കാൻ വരികയാണ്. വേഗം ഓടിക്കോ. നിങ്ങൾ ഓടല്ലേ, നിക്ക്. ഞങ്ങൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാം. വേഗം വിസിലടിക്കൂ. അല്ല സാറേ, ഈ ബിസിൽ എന്ന് പറഞ്ഞ എന്താണ്? ഓ എടോ വിസിൽ ശൂളമടിക്കാനാ ഞാൻ പറഞ്ഞത്. എല്ലാവരും മുമ്പിൽ നിന്ന് മാറ്. സാർ, അവർ രക്ഷപ്പെട്ടു പോയി. താനുമായി ഏലിയൻസിന്റെ കൂടെ കൂടിയിരിക്കുകയാണോ? വേഗം മുമ്പോട്ട് തന്നെ ഓടിക്കോ. അവരെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ. അയ്യോ, അവന്മാരുടെ ആ പൈപ്പിനുള്ളിൽ കയറി. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അങ്ങനെ കുത്തി അവർക്ക് എന്തെങ്കിലും പറ്റും. തുറന്നുവിടാ. സാർ, ഇവർ നല്ലവരാണ്. ഇവരെ അറസ്റ്റ് ചെയ്യരുത്. വേണ്ട, നീ ഡ്യൂട്ടിക്ക് തടസ്സം ഉണ്ടാക്കിയാണ്. അല്ല സാർ, ഞാൻ ഒരു തടസ്സവും ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ മനസ്സ് പറയുന്നത് കേൾക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഈ ഏലിയൻസ് ഇവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇവർ പേടിച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഇവർ പാവങ്ങളാണ്. അതെ, ഇവർ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഏലിയൻസ് ആണ്. ഇവർ വളരെ നല്ലവരാണ്. ഇവര് നിങ്ങളുടെ തലച്ചോറിനെ വളരെ വിദഗ്ധമായി തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നോണയാ, എന്റെ അടുത്ത് തലച്ചോറെന്ന് പറയുന്ന സാധനമേ ഇല്ല. ദാ നോക്കിയേ. എന്നെ ഒരിക്കലും ഇവർക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. കമ്മീഷണർ സാറേ, ഇവരങ്ങനെ കുഴപ്പക്കാരല്ല. ഇവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാനല്ല, ഇവരുടെ കൂട്ടുകാരനെ കൊണ്ടുപോകാനാ വന്നേ. ഇവര് തിരിച്ചു പോവാൻ നിൽക്കുവാ. ഒരു കാരണവശാലും ഇവരെ തിരിച്ചു പോകാൻ ഞാൻ അനുവദിക്കില്ല. അറസ്റ്റ് ചെയ്യ്. ഇത് എന്റെ ഓർഡറാണ്. ഇവിടെ ഒരു ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല. ഇവർ നിങ്ങളെ കണ്ട് വല്ലാതെ പേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവരെ സഹായിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. കപ്പയ്ക്ക് ചേരും മീൻചാറ്. ഞങ്ങളുടെ വഴിയിൽ നിന്ന് വേഗം മാറ്, അല്ലെങ്കിൽ കൈയും കാലും പൂട്ടിക്കെട്ടി റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. അഥവാ വെടിവെച്ചാൽ ഉന്നം പിഴക്കില്ല. ഇവരെ പിടിച്ചോണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അടികൈ. അത് ശരി, നിയമത്തിനെ ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങൾ നിങ്ങളെ ഇവരുടെ കൂടെ തന്നെ അകത്താക്കി കളയും. ഇവരാണെങ്കിൽ ആരും പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. ഇവരുടെ കയ്യിൽ പിടിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരാക്രമിക്കുകയാണ്. ഷൂട്ട് ചെയ്യ്. പ്ലീസ്, ദയവ് ചെയ്ത് ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ പോകാൻ അനുവദിക്കണം. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളേ അല്ല.
അതെ അതെ, ഞങ്ങൾ ഞങ്ങളുടെ പിങ്കാ പിങ്കയെ കൊണ്ടുപോകാൻ വന്നതാ. ഞങ്ങള് വെറുതെ വിടൂ പ്ലീസ്. ശരി, സമ്മതിച്ചു. ഇവർ വളരെ സ്നേഹമുള്ളവരാണ്. ഞാൻ വെറുതെ പാടിച്ചു. അല്ല, ആരാരെയാ പാടിച്ചത്? ഇവിടെ ആരും പാടുന്നത് ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ, ഞാൻ പറഞ്ഞത് പേടിച്ചു എന്നാണ്. മനസ്സിലായോ? മസിലോ? ആർക്കാ മസില്? അതിനോട് തോത്താറവനെ കാണുന്നില്ലല്ലോ. എന്റെ അമ്മേ, ഇവ ഏലിയൻസിനെക്കാളും ഭയങ്കരനാണല്ലോ. ഇവർ ക്യൂട്ടാണ്. സാർ പ്ലീസ് ഇവരെ ഇവരുടെ സ്പേസ് ഷിപ്പിനടുത്തേക്ക് കൊണ്ടുപോകണം. അതിനെന്താ, കൊണ്ടുപോകാമല്ലോ. ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നതാണ്. സാർ, മുകളിലെന്ത് ഉത്തരം പറയും നമ്മള്? ആരുടെ മുകളില? എല്ലാവരുടെയും മുകളിലുള്ളത് ഈ ഞാൻ തന്നെയാണ്. ആർക്ക് ഉത്തരം കൊടുക്കണമെങ്കിലും അത് ഈ ഞാൻ തന്നെ കൊടുക്കും. വരൂ, ഇവരുടെ സ്പേസ് ഷിപ്പ് സ്പേസ് സെന്ററിലുണ്ട്. ദാ കണ്ടില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ, ഭൂമിയിലുള്ള മനുഷ്യർക്ക് വളരെ വലിയ മനസ്സാണ്. ഇപ്പൊ മനസ്സിലായോ? ഇത് നല്ല ക്യൂട്ടായ സ്പേസ് ഷിപ്പ് ആണല്ലോ. അതെ, ഇതുപോലെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആ, ഇനി ആ ഏലിയൻസിനെ പിടിച്ചിട്ട് ഇതിന്റെ ടെക്നോളജി ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. ആ ആ. കമ്മീഷണർ സാറേ, സ്പേസ് ഷിപ്പ് നന്നാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ ഗ്രഹത്തിലേക്ക് പോകാം. വേണ്ട, ഇനി നിങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് പോയിക്കോളൂ. ഈ ഏലിയൻസ് അവരുടെ ഗ്രഹത്തിലേക്ക് പോയിക്കോളും. ഓക്കെ? ഹണിയുടെ കയ്യിൽ പിടിക്കുമ്പോ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഞങ്ങളൊരു കാര്യം പഠിച്ചു. മറ്റുള്ളവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ അവരുടെ കൈ പിടിക്കണം. സത്യത്തിൽ ഇത് കൈയല്ല, ഹണിയുടെ സ്നേഹമാണ്. അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇൻറ്റുക്കളെ പിൻറ്റുക്കളെ ചിൻറ്റുക്കളെ, എനിക്കും അതേ ഫീൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഗ്രഹത്തിൽ പോയാലും ഞങ്ങളെ മറക്കരുത്. കാരണം നിങ്ങൾ ഇവിടുന്ന് പോയാലും ഞങ്ങൾ നിങ്ങളെ ഓർമ്മിക്കും. ബൈ. താങ്ക്സ് കൂട്ടുകാരാ, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ എന്നും ഓർമ്മിക്കും. ദാ പിടിച്ചോ, ഞങ്ങളുടെ സഹായം എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഈ ചുവന്ന ബട്ടൺ അമർത്തിയാ മതി. അപ്പോൾ ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടും. അപ്പൊ ഞാൻ ഈ പച്ച ബട്ടൺ എപ്പോഴാ അമർത്തണ്ടേ? എപ്പോ വേണമെങ്കിലും ചെയ്തോ, അതൊരു ഷോ പീസാണ്, ഒന്നും സംഭവിക്കില്ല. അതെ, വാ പോകാം. ബൈ ബൈ കൂട്ടുകാരെ, നിങ്ങൾ എപ്പോഴും സന്തോഷമായിരിക്കട്ടെ. ബൈ. ഓ